ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മറ്റേ ഈ ഷിംജിതാന്റെ ഇഷ്യൂ വല്ലാണ്ട് നടന്നിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുള്ള് അതന്നെ. പക്ഷെ ഇപ്പൊ നോക്കിയേ, ഇപ്പൊ അതൊക്കെ കെട്ടടഞ്ഞില്ലേ? ഇപ്പൊ ആരും സ്റ്റോറി ഇല്ല, അതിനെക്കുറിച്ച് ചർച്ചയില്ലാണ്ടായി. അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഓളേതായാലും മറ്റേ ഉള്ളിപ്പെട്ടല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. ഗ്രീഷ്മയുടെ കൂട്ടം പറഞ്ഞ മാതിരി ഗ്രീഷ്മ ഞാനൊന്നും കലക്കിയില്ല, ഞാനൊന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ട്രോളൊക്കെ ആയിട്ട് ഇറങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് കെട്ട് അതടഞ്ഞു. പിന്നെ ആ വിധിയുടെ സമയത്താണ് പിന്നെ രണ്ടാമത് ഇത് വീണ്ടും പൊന്തിയത്. ഇപ്പൊ ഈ ഷിംജിതാന്റെ കാര്യത്തിലും ഏറെക്കുറെ അങ്ങനെ ആയിക്കണു. അങ്ങനെ ആയിക്കണമെന്നല്ല, ഇതിൽ വേറെ ടിസ്റ്റും കൂടി നടക്കുന്നുണ്ട്. ഉമ്മയെ തല്ലിയ 2 വർഷം പറയാൻ ആളുണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയാ. ഈ ഫെമിനിസ്റ്റുകൾ മറ്റേ വന്നിട്ട് അവനാണ് കുറ്റക്കാരന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നമ്മൾ കണ്ടതാ. അപ്പൊ നമുക്കൊക്കെ അവരോട് ഭയങ്കര വെറുപ്പായിരുന്നു. ഇങ്ങനെ ഒരാള് മരണപ്പെട്ടിട്ട് പോലും എന്താണ് ഈ മനുഷ്യർ ഇങ്ങനെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പല പേജുകളിലായി. ഞാൻ ആ പേജ് ഒന്നും കാണിക്കാത്ത എന്താ അറിയോ, ഇവരൊക്കെ വെറും നെഗറ്റീവ് കൊണ്ട് മറ്റേ എന്താ പറയാ ജനങ്ങൾക്കിടയിൽ കൂടെ ഇറങ്ങി വരാനും 4 ആള് ശ്രദ്ധിക്കപ്പെടാനും വിചാരിക്കുന്ന ആളുകളാണ്. ഇപ്പൊ പകലാണെങ്കിൽ കൂടി അവരാണ് വാദിക്കുകയാണ് ഇത് രാത്രിയാണെന്ന്. ഈ രാത്രിയാണ് എന്ന് അവർ പറഞ്ഞാൽ പോലും പകലാണെന്ന് അറിയുന്നവരും ലൈക്ക് അടിക്കും. ചിലപ്പോൾ ഇനി രാത്രി ആയാലോ എന്നുള്ള നിലക്ക്. അങ്ങനത്തെ കുറച്ച് ടീമുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ പേജ് ഇതിൽ കാണിക്കാത്തത്. ഞാൻ ഒരു 2-3 മറ്റേ ഇത് ഞാൻ സേവ് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, എന്തിനെ നമ്മൾ തന്നെ ഓരോ പേജിനും ഇതിനും ഇത്തരത്തിലുള്ള പ്രൊമോഷൻ കൊടുക്കണു. ഇങ്ങനത്തെ അത് നല്ലതൊന്നും അല്ല പറയുന്നത്. അവരിപ്പോൾ പറയുന്ന വിഷയം എന്താ അറിയോ, പിന്നെ ഈ ഷിംജിതാനെ പൂർണ്ണമായിട്ട് തെറ്റ് പറയാൻ കഴിയൂല, അവൻ തെറ്റ് ചെയ്തത് ആ വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ അവൻ അതുകൊണ്ടാണ് മറ്റേ അങ്ങനെ തെറ്റ് സംഭവിച്ചത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആദ്യം വന്നത് ഈ ഫെമിനിസ്റ്റുകളാണെങ്കിൽ കൂടി ഇപ്പോ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഇത്തരം ആളുകൾ ഓരോ മറ്റേ അക്കൗണ്ടുകളിൽ നിന്നും പോസ്റ്റുകൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഏതൊരു വിഷയം അങ്ങനെ തന്നെ. എല്ലാവരും കൈകൊട്ടി, ഞാനും കൈകൊട്ടി, കാര്യം എന്താ അറിയില്ലേ, അതേമാതിരിയാണ് ചില മനുഷ്യർ. എന്താണോ ശരി അതിന് നേരെ ഓപ്പോസിറ്റ് നിന്നിട്ട് പിന്നെ അതിനെതിരെ പ്രവർത്തിക്കുക. അപ്പൊ അതിനായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ടു. അപ്പൊ എനിക്ക് തോന്നി എന്താ സംഭവം. ആദ്യം എല്ലാവരും ഇതിനെതിരെ സംസാരിച്ചിരുന്നവർ പോലും ഇപ്പോ ഷിംജിതക്ക് വേണ്ടി സംസാരിക്കുന്ന മാതിരി എന്നുള്ളത് ഒരു തോന്നൽ വന്നു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ താഴ്ന്നു പോയത് അവരുടെ കൂടെ 1-2 ആള് നിൽക്കും. പിന്നെ 4 ആവും, 8 ആവും. ഇനി നിങ്ങൾ കണ്ടോളുണ്ടോ, ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ നിങ്ങൾ കണ്ടോളുണ്ടോ. നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത മാതിരി ഇതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ അവൾ അതിനകത്ത് ഇട്ടിക്കണ എന്താ അറിയോ, ഈ ജനങ്ങൾ ഇത്ര വയലന്റ് ആവുകൊണ്ട്. പക്ഷെ അതേ ജനങ്ങൾ തന്നെ ഇത് പിന്നെ മാറ്റിമറിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ എന്തെല്ലാം വിഷയങ്ങൾ പറയുന്നുണ്ട് അറിയോ. ഫേസ്ബുക്കിനകത്ത് കമന്റിലും ഒക്കെ ഞാൻ അത് കാണുന്നുണ്ട്. ആറിനെ ഈ ഷിംജിതാനെ സപ്പോർട്ട് ചെയ്തിട്ട്. ഈ ഷിംജിത ഏതാ മുതലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ ഒരു സോഷ്യൽ മീഡിയ ആണ് എല്ലാം. എനിക്ക് ഭർത്താവും വേണമെന്നില്ല, കുട്ടികളും വേണമെന്നില്ല, കുടുംബം വേണമെന്നില്ല, ആരും വേണ്ട. ഇതുണ്ടെങ്കിൽ ഇതിന്നൊരു വരുമാനം ഉണ്ടെങ്കിൽ എനിക്കൊരാളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ ഞാൻ ജീവിച്ചോളാം, ഞാൻ ജീവിച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ കൂടിയിട്ട് വന്നതാണ്. നല്ല രീതിയിൽ അത്യാവശ്യം റീച്ചും നല്ല രീതിയിൽ ഫോളോവേഴ്സും റീച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു. പുള്ളിക്കാരി മറ്റേ ഗൾഫിലായിരുന്നു, മെമ്പറായിട്ട് മത്സരിച്ചിട്ട് അവസാനം വാർഡിലുള്ള പോലെ തിരയിൽ തുടങ്ങി. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗൾഫിലേക്കൊക്കെ പോകേണ്ടി വന്നിരുന്നു. എന്തിനാ പരാതി, മെമ്പറിനെ കാണുന്നുണ്ടെങ്കിൽ മെമ്പർ നാട്ടിലില്ല, മെമ്പർ ഗൾഫിലായിരുന്നു. പിന്നെ ഈ ഷിംജിതക്കെതിരെ ഇത്രയും വലിയ ഒരു എന്താ പറയാ ഒരു ആൾക്കൂട്ടം വരാനുള്ള മെയിൻ കാരണം അവളൊരു രാഷ്ട്രീയത്തിലുണ്ട്, സജീവമായിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണം തന്നെ. പക്ഷെ ആ ഉള്ള കാലത്തുണ്ടല്ലോ അവള് മാക്സിമം ഓള് ചോദിച്ചു വാങ്ങിയ കുറെ പണികൾ ഉണ്ടായിരുന്നു. ഓള് ക്യാമറയും കൊണ്ട് റോട്ടിൽ ഇറങ്ങുക, എന്നിട്ട് പറയാ പിന്നെ ഇത് കൊണ്ട് അങ്ങനെ ആയിക്കണു, കുഴി ഇങ്ങനെ ആയിക്കണു, ഇതൊക്കെ സർക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സ്റ്റാർ ആകാൻ വേണ്ടിയിട്ട് സ്വന്തം അണികളുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ടൊക്കെ ഓൾ ഇങ്ങനത്തെ കുറേ നെഗറ്റീവ്സുകൾ വീഡിയോസുകൾ ഓളിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. ഇവളുടെ ഭർത്താവിന്റെ കൂടെ ഗൾഫിലായിരുന്ന സമയത്ത് മോമക്കനെയൊക്കെ ചുറ്റി പറുതൊക്കെ ഇട്ട് നല്ല ഡീസന്റില് ഒരു കുടുംബക്കായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അതിനിടക്കാണ് ഇവൾ ഈ മെമ്പർ സ്ഥാനമൊക്കെ കിട്ടിയത്. ഈ മെമ്പർ സ്ഥാനം കിട്ടി സോഷ്യൽ മീഡിയയിൽ 10 ആൾ അറിയപ്പെടാനൊക്കെ തുടങ്ങിയപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇനി എന്തിനു ഭർത്താവാണ്. അങ്ങനെ ഇവനായിട്ട് നിരന്തരമായിട്ടുള്ള വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ആയി. അത് വലിയൊരു പ്രശ്നത്തേക്കായി. അപ്പോഴും ഇവൻ ക്ഷമിക്കാവുന്നതിലപ്പുറം ഇവൻ ക്ഷമിച്ചിക്കണു. എന്നിട്ട് അവസാനം ഇത് ഒരു തരത്തിലും മുന്നോട്ട് പോകൂല എന്ന് കണ്ടപ്പം മാത്രമാണ് പിന്നെ അവന് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബന്ധം പിരിയുക എന്നുള്ളത് ആയത്. അതിനും മുൻകൈ എടുത്തിക്കുന്നത്
ഇവള് തന്നെയാണ്. അങ്ങനെ ഇവളെന്ത് ചെയ്തു, സ്വതന്ത്രയായി. ഇനി എനിക്ക് എന്തു ആവാം, ആരുടെയും കീഴിൽ നിൽക്കേണ്ട കാര്യമല്ല, ഉണ്ടായിരുന്ന ഭർത്താവിന്റെ കയറിന്റെ കെട്ടു അഴിഞ്ഞു കിട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവള് സ്റ്റാർട്ടിങ് പോയിന്റ് തുടങ്ങിയതാ. അപ്പോഴത്തേക്ക് ഇവളുടെ വേഷം മാറി, പർദ്ദ പോയി, മഫ്ത പോയി, തട്ടം പോയി, മുടി സ്ട്രൈറ്റ് ചെയ്യലെടുത്തി, കളർ കൊടുക്കലെടുത്തി, അങ്ങനെ ഓളം കണ്ട് മോഡേണായി, വല്ലാത്തൊരു മോഡേണായി. ആ മോഡേണായതിൽ ഇവള് സ്വയം വിചാരിച്ച എന്താ അറിയോ, ഇന്നെ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് ഇപ്പൊ ഞാൻ മാറിയിരിക്കണു. എന്നെ കണ്ടിട്ട് എന്റെ ഭർത്താവും എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും അതല്ലെങ്കിൽ എന്നോട് അസൂയ എല്ലാ ആളുകളും ഇപ്പൊ സ്വയം വിചാരിക്കുന്നുണ്ടാവും, ഞാന് ഇപ്പൊ എവിടെ എത്തി, അവള് വല്ലാണ്ട് വളർന്നു, അവളിനി പിന്നെ അവളൊന്നും പിടിച്ചാൽ കിട്ടൂല, അവള് വേറെ ലെവലിലേക്ക് ആയി, ഇത് വലിയൊരു തീരാ നഷ്ടമായി അവളെ ഒഴിവാക്കിയത് എന്നൊക്കെ ഉള്ള സ്വയം അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ് മനസ്സിൽ, നമ്മളെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ മനസ്സിൽ സ്വയം നമ്മൾ എന്തൊക്കെ ആയി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. അത്തരത്തിലുള്ള പിന്നെ പെണ്ണല്ലേ, പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ ആണുങ്ങൾ പറയാ എന്താ ദേഷ്യം വന്ന, എനിക്ക് പെരുവിരലുമെന്ന് കേറുന്നുണ്ടെന്നാ പറയാ. അതൊരു പണ്ട് തൊട്ടേ ആണുങ്ങൾ യൂസ് ചെയ്യുന്നൊരു വാക്കാ. പക്ഷെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത് പെരടിയിലാന്നാ പറയാ. കാരണം എന്താ വെച്ചിട്ടാ, ആണുങ്ങളുടെ പെരുവിരലുമെന്ന് കയറി വരുമ്പോഴത്തിന് അതിന്റെ അടിയിൽ വെച്ചിട്ട് അതിനെന്തു സംഭവിക്കാം, ചിലപ്പോൾ മാറാം, ചിലപ്പോൾ കൂളാകാം, ഒക്കെ സംഭവിക്കാം. പക്ഷെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരടിയിൽ നിന്ന് തലമക്ക് പോണ ദൂരേ ഉള്ളൂ. അതങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവര് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇവരെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇവര് പറയുക എന്നതിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആണിനും പെണ്ണിനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ആണിന്റെ അതേ എല്ലാ അവകാശങ്ങളും വേണമെന്ന് പറഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ചെറിയൊരു ചിന്താഗതി ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ ഷിംജിത. എന്തായാലും എല്ലാ ചിന്താഗതിയും എല്ലാ പ്ലാനും ഒരു മൂലക്കൊക്കെ ഇട്ടിട്ട് ഓളിപ്പോ ഒരു മൂലക്കെ പോയിരിക്കുകയാണ്. പക്ഷെ ഇതല്ല കേട്ടോ, ഞാൻ ഇത് പറയാൻ വന്ന വിഷയം ഇതും ഓളെ ചരിത്രം മാത്രമല്ല. ഇവൾ ഇങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ ഒറ്റയ്ക്ക് പോരാടാൻ ഇറങ്ങി, അങ്ങനെ അകത്തായി. പക്ഷെ ഇപ്പോ നേരെ കാര്യങ്ങൾ തിരിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങളിൽ പലരും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടു കാണും. ഇപ്പൊ നിരന്തരം വരുന്ന പോസ്റ്റില് അവന്റെ വീഡിയോയില് അവൻ കൈ കൊണ്ട് ഇങ്ങനെ തട്ടുന്നുണ്ട്. അപ്പൊ അതിന് റീസൺ, പോലീസ് പറഞ്ഞ റീസൺ എന്താന്ന് ചോദിച്ചാൽ, ബാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ബാഗ് എടുത്തപ്പോ ഇങ്ങനെ തട്ടിയതെന്നാ. പക്ഷെ അത് തന്നെ സൂം ചെയ്തിട്ട് അവൻ കയ്യും കൊണ്ട് ഇങ്ങനെ തട്ടുന്ന ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട്, നിങ്ങൾ ഈ പറയുന്നവ ഇത്ര നല്ല പുള്ളിയൊന്നും അല്ല, അവന്റെ കയ്യിലിരിപ്പ് മോശമാണ്, അതുകൊണ്ടാണ് അവന് ഇത്തരത്തിൽ എന്താ പറയാ ചെയ്തിട്ടുള്ളത്, കാരണം അവനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല എന്നുള്ളത്. ഇനി ഇതിന്റെ വേറൊരു വശം കൂടി പറഞ്ഞുതരാം. സത്യത്തിൽ ഇവ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വെച്ചോ, എങ്ങനെ ഈ മറ്റേ ഒരു ആത്മഹത്യയൊന്നും അവൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചോ, അങ്ങനെ ആയിരുന്നെങ്കിൽ 100% ഞാൻ ഉറപ്പ് പറയുന്നു, കാരണം ഇവൻ പൂർണ്ണ തെറ്റുകാരനായിട്ടുണ്ടാവും. അതവൻ തെറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല, അവനെ സമൂഹം തെറ്റാക്കും. കാരണം എന്താ അറിയോ, അവന്റെ മറുവശത്ത് നിൽക്കുന്ന ഒരു പെണ്ണായിരുന്നു. ഈ വിമർശനങ്ങളും, അതായത് അവള് പോസ്റ്റ് ഇട്ട സമയത്ത് കുറെ ആളുകൾ വിമർശിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് വേറെ ആളുകൾ കുറെ പോസ്റ്റ് അതിന്റെ ഇടയ്ക്ക് തന്നെ ഇട്ടിരുന്നു പല പേജുകളിലൊക്കെ. പിന്നെ അവസാനം ഇവൻ മരണത്തിന് കീഴടങ്ങി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ പോസ്റ്റുകളൊക്കെ കാണാനില്ലാതായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാരും കൈകൊട്ടി ഞാനും കൈകൊട്ടി, കാര്യം എന്താണെന്ന് അറിയില്ലാന്ന്. അത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന് മിക്കതും സോഷ്യൽ മീഡിയയിലുള്ളത്. നമ്മൾ തെറ്റ് ചെയ്തോ ചെയ്തില്ലെന്നല്ല, എവിടെയാണ് ഭൂരിപക്ഷം എന്നാ നോക്കുക, എവിടെയാണ് ആരാണ് ഏത് വശത്തിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, അതിലേക്ക് നമുക്ക് ചായ്ഞ്ഞു നിൽക്കാം എന്നുള്ളത് ചിന്തിക്കുള്ളൂ, അല്ലാതെ ആഴത്തിൽ ഇറങ്ങൊന്നുമില്ല. അപ്പൊ ഇതാ പറയുന്നത്, ഇപ്പോ അവൻ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഓക്കെ, ഒരു പക്ഷെ അവൻ ചെയ്തിട്ടില്ല എന്ന് വെക്കുക, ഈ സമൂഹമോ അല്ലെങ്കിൽ ഈ ജനങ്ങളോ ഈ സോഷ്യൽ മീഡിയ ഒന്നും അവനെ സപ്പോർട്ട് ചെയ്യൂല. 100% ഉറപ്പാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പട്ടിണി കൊണ്ട് ഒരു കുടുംബനാഥം പിന്നെ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക, അതറിഞ്ഞിട്ട് ചെല്ലുന്നവരൊക്കെ അവരെ ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെ എല്ലാവരെയും സഹായിക്കും, വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, ഒക്കെ സർക്കാർ ചെയ്തു കൊടുക്കും, ജനങ്ങൾ ചെയ്തു കൊടുക്കും, എല്ലാവരും കുറെ സംഘടനകൾ വന്ന് ചെയ്തു കൊടുക്കും. എന്നാൽ ഇയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു 100 രൂപ കൊടുക്കൂല. അപ്പൊ എന്താണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, അപ്പോഴേ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു ധാരണയിലാണ് ഇന്നത്തെ ഒരു സൊസൈറ്റി നമ്മുടെ മുമ്പിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞത്, ഇതിപ്പോ ഇങ്ങനെ ഈ ദീപക് ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ദീപകിന് ഇത്ര സപ്പോർട്ട് കിട്ടൂല, ദീപകിന്റെ വീട്ടുകാർക്ക് ഇത്ര സപ്പോർട്ട് കിട്ടൂല. ദീപക് എന്ന് പറയുന്നത് ഓൾറെഡി പിന്നെ 6 മാസം മുമ്പ് അയാളും വൈഫും പാടെ എന്താ പറയാ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അതായത് ബന്ധം വേർപിരിക്കേണ്ട എല്ലാ അറ്റവും എത്തിയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അവസാനം അയാൾ നിരന്തരം ഭാര്യനോട് ക്ഷമ ചോദിച്ചിട്ടും മറ്റേ അവരുടെ ഇടയിലെ ഇഷ്യൂ പറഞ്ഞു തീർത്തിട്ടും ഒരു ലെവലിൽ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭാര്യ
പിന്നെ ഇനിയിപ്പോ ഒരു എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു കുടുംബജീവിതം ആയില്ലേ, ഇനിയിപ്പോ അവിടെ ക്ഷമിക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നതിന്റെ ഇടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനത്തെ ഒരു സംഭവം വന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ചൊക്കെ, നമ്മളെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മളിപ്പോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുകയാണ്, ഇനിയിപ്പോ ഇത്രയും ഉണ്ടായില്ലേ, അവളുടെ കയ്യോ കാലോ പിടിച്ചിട്ടായാലും ശരി ഈ പ്രശ്നം ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇതുപോലൊരു കേസ് നമ്മുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ അവൻ എന്താ ചിന്തിച്ചറിയോ? അവൻ ഈ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ നാട്ടുകാരെയോ അതല്ലെങ്കിൽ ഈ ഷിംജിത കൊടുത്ത ഇതിൽ പരാതിയിൽ അവന് ജയിലിലിട് ഇങ്ങനത്തെ ഒന്നുമല്ല. അവൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ അവനും അവന്റെ വൈഫും കാര്യങ്ങളെല്ലാം സംസാരിച്ചൊരു ധാരണയിൽ ഏറെക്കുറെ, അതായത് 100-ൽ ഒരു 60% അവൻ ഓക്കെ ആക്കി വെച്ചിരുന്നു. അവര് തമ്മിലുള്ള ഇഷ്യൂ. പിന്നെയുള്ള 40% ടാസ്ക് എടുത്തും കൊണ്ടുള്ള ഒരു ലൈഫായിരുന്നു അവന്റെ. ആ സമയത്താണ് അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയും ചെയ്തത്. പിന്നെ അതിൽ അവനക്ക് ഇനി അറിയാം ഇനി അവൻ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കാലത്തും അവന്റെ വൈഫ് പറയാൻ എന്താണ്, ഇനി എന്തായാലും ഞാൻ ഇല്ല, ഓൾറെഡി ഞങ്ങളെ പിന്നാലെ ഇല്ല എന്ന് വിചാരിച്ച്, ജീവിതം ഇല്ല എന്ന് വിചാരിച്ച, എന്നിട്ട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരാളും കൂടി ആയി നിങ്ങൾ മാറിയ സ്ഥിതിക്ക് ഇനി എന്തായാലും എനിക്കിത് പറ്റൂല എന്നാ ഭാര്യ തീർത്ത് പറയും എന്നുള്ള ഒരു വിശ്വാസം ഈ ദീപക്കിനുണ്ടായിരുന്നു. അത് കാരണമാണ് ഈ ദീപക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പൊ അത് കണ്ടിട്ട് ഇപ്പൊ പലരും പോസ്റ്റ് ഇടുന്നത് എന്താ വെച്ചാൽ അവന്റെ തെറ്റ് പറ്റി, ആ തെറ്റില്ലെങ്കിൽ അവൻ എന്തായാലും ഇങ്ങനെ ചെയ്യൂല എന്നുള്ളതാ. പക്ഷെ അവന്റെ മെയിനായിട്ടുള്ള പ്രശ്നം മറ്റേ ഷിംജിതയുടെ വിഷയമോ അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഈ ബസ്സിലുണ്ടായ ഇഷ്യൂ ഒന്നും അല്ല. ഇത്തരത്തിൽ അവന്റെ പോയ ലൈഫ് തിരിച്ചു കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ സ്റ്റെപ്പായി ചെയ്ത് വെച്ച സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോ മറ്റുള്ളവരെ ജനങ്ങളെ ആരിനെയല്ല ഭയപ്പെട്ടത്. ഇനി എനിക്കൊരു ലൈഫില്ല, ഇനി എൻ്റെ വൈഫുമായിട്ട് എനിക്കൊരു ജീവിതമല്ല, കഴിഞ്ഞു, എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് സ്വയം വിചാരിച്ചിട്ട് ചെയ്തൊരു എന്താ പറയാ വല്ലാത്തൊരു ബുദ്ധിയില്ലായ്മയാണ് ഇപ്പൊ ചെയ്തത്. കാരണം അത് മനുഷ്യനാണ്. മനുഷ്യന് എങ്ങനെ എന്ത് ചിന്തിക്കും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നമുക്കൊക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയാൻ വളരെ ഈസിയാണ്. സ്വന്തം ജീവിതത്തിൽ ഇത് വരുമ്പോഴേ നമുക്ക് അതിനെ എത്രത്തോളം നേരിടാനുള്ള ശക്തി ഉണ്ട്, കഴിവുണ്ട്, സ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവും. മറ്റൊരുത്തന്റെ എന്തും നമുക്ക് എങ്ങനെയും പറയാം, അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ ആകണ്ടായിരുന്നു, ഇങ്ങനെ ഫൈറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു പക്ഷേ ദീപക്ക് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദീപക്കിന് ചിലപ്പോൾ ഇത്ര സപ്പോർട്ട് കിട്ടൂല. അയാളെ ചിലപ്പോൾ 100-ൽ 10 പേരൊക്കെ അംഗീകരിക്കാൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 20 പേര്, 80% അയാളെ കുറ്റപ്പെടുത്താനേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ അറിയോ, അയാളൊരാണായതുകൊണ്ട്. മാത്രമല്ല ഇവളിങ്ങനെ അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്ര മോഡേൺ ആയിട്ടൊക്കെ ബോൾഡൊക്കെ ആയിട്ട് സ്വയം പൊന്തി വന്ന ഒരു പെണ്ണും അതിലുപരി ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു പെണ്ണും കൂടി ആയ സ്ഥിതിക്ക് ഇത് പബ്ലിസിറ്റി ആകാനോ ഇതിന്റെ പിന്നാലെ തൂങ്ങിപ്പിടിക്കാനോ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. പക്ഷെ ഇതിലൊക്കെ നഷ്ടപ്പെടുന്നത് അയാൾക്ക് അയാളുടെ ഭാര്യ, അമ്മ, അച്ഛൻ, കുടുംബം എന്നുള്ള ആ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിന് വിള്ളല് വന്നത് കൊണ്ടാണ് അയാൾ ഇത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അയാൾ തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല. അയാളുടെ തെറ്റും ശരി ഇന്ന് വരെ ആ ബസ്സിലത്തെ CCTV നോക്കിയിട്ട് പോലും കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ എന്താ പറയാ ഒരു വീഡിയോ എടുക്കണം, 4 പേരുടെ മുമ്പിൽ അറിയപ്പെടണം, ന്യൂസ് ചാനലിൽ വിളിക്കണം, ഒരു പാർട്ടി ബേസായിട്ട് ഒരു ധീര വനിതയായിട്ട് ഇതിനൊക്കെ മറുപടി പറയണം എന്ന് വിചാരിച്ചു തുടങ്ങിയതാണ് ഷിംജിത. പക്ഷെ എന്തായി, ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യമല്ല, അതിലെന്ത് സുഖമുള്ളത്? എല്ലാം നഷ്ടപ്പെട്ടില്ലേ, എല്ലാ സുഖങ്ങളും സൗഭാഗ്യങ്ങളും പോയി. അവൾ എന്നേക്കുമായി പർദ്ദ ഉപേക്ഷിച്ചു. അവൾക്ക് ഇനി പർദ്ദ ഇല്ലാണ്ട് നടക്കാൻ കഴിയൂല. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നിടത്തൊന്നും നമ്മുടെ വിധി നിൽക്കൂല. അതൊക്കെ നമ്മുടെ സൃഷ്ടാവിന്റെ കയ്യിലാ. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും 1, 2, 3 വട്ടം ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലതാ. അപ്പോൾ ഓക്കെ.